ഇന്ന് പുറമേ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമേരിക്കൻ സർക്കാരിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അതല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഇറാനിയൻ ഭരണയന്ത്രം തലപ്പത്ത് ഇരിക്കുന്ന അതിനെ നയിക്കുന്ന ആ ഒരു ഏഹ്, യന്ത്രം അതല്ലെങ്കിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഇന്നും പ്രവർത്തിക്കാനായിട്ടുള്ള ശേഷി ഉണ്ട് എന്നാണ്. ആ ഒരു ഇറാനിയൻ ഭരണകൂടത്തിന് ഇത്രയും 2 ആഴ്ചയോളം ബോംബ് ചെയ്തിട്ടും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ റിപ്പോർട്ട് പറയുന്നത്. ഒരു പരിധിവരെ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുകയുണ്ടായി. അതല്ലെങ്കിൽ ഭരണതലപ്പത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ ട്രംപ് വന്ന് പറയുന്നുണ്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പലതും പറയുന്നുണ്ടെങ്കിലും ഒരു ഏകദേശം ഒരു 5500 വലിയ അതിഭയാനകവും ഭീമാകാരവുമായ ബോംബുകൾ, മിസൈലുകൾ അമേരിക്ക അവിടെ വിട്ടു. തിരിച്ച് ഇസ്രായേൽ കുറച്ച് വില കുറഞ്ഞ ഡ്രോണുകളും അതും ഇതും വിട്ട് 12 രാജ്യങ്ങളെ തിരിച്ചാക്രമിച്ചുകൊണ്ടിരിക്കണേ. ഇതിൽ നമ്മൾ മനസ്സിലാക്കുക ഇറാന് നാശനഷ്ടം എന്ന് പറയുന്നത് അവരുടെ ആത്മീയ ആചാര്യൻ അയത്തുള്ള ഖമേനിയെ വകവരുത്തി. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം തലപ്പത്ത് നിന്നും ഒരു 10-40 ആൾക്കാരെയും വധിച്ചിരിക്കുന്നു. അവർ പരസ്യമായി പുറമേ വന്നതുകൊണ്ട് മാത്രമാണ് അവർ വധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇത്. പക്ഷേ ഒരു 86 വയസ്സായ ഒരു വൃദ്ധൻ മരിച്ചതുകൊണ്ട് ഒരു രാജ്യത്തെ വികാരം തണുപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അതായത് അവരുടെ ആ ഒരു പട്ടാള നേതൃത്വത്തെ തകർക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ട്. ഇന്ന് പോലും പ്രസിഡന്റ് ട്രംപ് ഇരുന്ന് പറയുകയുണ്ടായി, നമ്മൾ ജയിച്ചിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ അണ്ടറിൽ ചെയ്യുന്ന നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പലരും പറയുന്നത് ഇറാൻ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ഒട്ടനവധി ഇതുകളായിട്ട് നമ്മൾ തരംതിരിച്ച് കാണാണ് ഇന്ന് ഈ വീഡിയോയിൽ. നമുക്കറിയാവുന്നതുപോലെ ഏകദേശം 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ന്യൂയോർക്കിലും വാഷിങ്ടൺ DC-യിലുമെല്ലാം ആക്രമണം സംഭവിച്ച സമയത്ത് അത് സുന്നി ശക്തികൾ, ഈ സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട സുന്നി ശക്തികളാണ് അത്തരത്തിലുള്ള ഒരു അക്രമം അമേരിക്കയിൽ അഴിച്ചുവിട്ടത്. ആ സമയത്ത് ഈ ജോർജ് ബുഷിനെ സഹായിച്ചത് അയത്തുള്ള ഖമേനിയും അദ്ദേഹത്തിൻ്റെ ഷിയ ഭരണകൂടവും ഹെസ്ബുള്ളയുടെ നസറുള്ളയൊക്കെയാണ്. നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, ഇറാഖിലെ സുന്നി വിഭാഗം എന്ന് പറയുന്നത് 35% മാത്രമാണ്, ന്യൂനപക്ഷമാണ്. 30-35%. എന്നാൽ സുന്നി തന്നെയായ സദാം ഹുസൈൻ അദ്ദേഹത്തിൻ്റെ പട്ടാളച്ചിട്ടയും ഭരണ അട്ടിമറിയും നടത്തിയാണ് അവിടെ അധികാരത്തിൽ വന്നത്. അത് ഷിയ ഭൂരിപക്ഷം, ഏകദേശം 90%-ഓളം ഷിയ വിഭാഗമുള്ള ഇറാൻ നേതൃത്വത്തിന് ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഒരു 8-10 വർഷത്തെ 80-കൾ മുഴുവനും അവർ തമ്മിൽ യുദ്ധമായിരുന്നു, ഇറാനും യുദ്ധം. ആ ഒരു ഭരണ നേതൃത്വത്തെ ജോർജ് ബുഷിൻ്റെ അതൊരു പിന്നാമ്പുറ ചർച്ചകളും നീക്കുപോക്കുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നൂർ അൽ മാലിക്കി എന്ന പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു ഇറാഖിൽ. അങ്ങനെ 60%-65%-ഉള്ള ഷിയ രാജ്യമായ ഇറാഖിൽ സുന്നി നേതൃത്വത്തെ എടുത്തു മാറ്റി സദാം ഹുസൈനെ വധിച്ച് അവിടെ ജോർജ് ബുഷ് ഷിയ നേതൃത്വത്തിലുള്ള നൂർ അൽ മാലിക്കിനെ കൊണ്ടുവന്നു. അത് ഇറാൻ നേതൃത്വത്തിൻ്റെയും അവിടെയുള്ള ഷിയ ശക്തികളുടെയും ഇറാൻ്റെ പ്രോക്സികളുടെയും പ്രീതി പിടിച്ചു പറ്റാനായിട്ട് ജോർജ് ബുഷിന് സാധിച്ചു. കാരണം ജോർജ് ബുഷിൻ്റെ ഉന്നം ഒസാമേനെ അവസാനിപ്പിക്കണം, സദാം ഹുസൈൻ അവസാനിപ്പിക്കണം, അമേരിക്കയുടെ ഇതുകൾ. എന്നിരുന്നാൽ കൂടി പരസ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇറാൻ പറഞ്ഞിരുന്നത് ജോർജ് ബുഷ് പറഞ്ഞിരുന്നത് ആക്സിസ് ഓഫ് ഈവിൾ, നോർത്ത് കൊറിയ, പിന്നെ ഈ ഇറാൻ നേതൃത്വത്തെ ആക്സിസ് ഓഫ് ഈവിൾ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ പിന്നാമ്പുറത്ത് കൂടെ ഒരു അന്തർധാര ജോർജ് ബുഷും ഇറാനിയൻ നേതൃത്വവുമായിട്ട് നിലനിന്നിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് എന്തറിയാം. എന്നാൽ ആ യുദ്ധ സമയത്ത് ഞാൻ അന്ന് അമേരിക്കൻ ആർമിയിൽ ഒരു സോൾജറായിരുന്നു. ആ സമയത്ത് IED, ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ്, അത് നമ്മൾ അതായത് കൈകൊണ്ട് പണിതുണ്ടാക്കുന്ന ബോംബ് പോലെ, പക്ഷെ അതിശക്തമായ ബോംബാണ്. അന്ന് ഇറാഖിൽ അമേരിക്കൻ പട്ടാളത്തിന് നേരെ ഈ
IEDകൾ മുഴുവനും ഉണ്ടാക്കി കൊടുത്തിരുന്നത് ഇറാൻ നേതൃത്വമാണ്. കാരണം അന്ന് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്കയെ പിടിച്ച് കെട്ടിയില്ലെങ്കിൽ ഇറാനെതിരെ ആ യുദ്ധം തിരിയുമെന്നുള്ളത് ഇറാന് അറിയായിരുന്നു. കാരണം അവർ ശക്തി ശേഖരിച്ച് വരാണ്. അതാണ് അന്ന് ജോർജ് ബുഷിൻ്റെ കൈ കെട്ടിയ പോലെയായി അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും. അതല്ലായിരുന്നുണ്ടെങ്കിൽ അന്ന് ജോർജ് ബുഷ് കിട്ടാവുന്ന രാജ്യങ്ങളിലൊക്കെ ബോംബിട്ടേനെ. അതിനും ഒരു ഇതായിട്ടാണ് ഈ ഇറാൻ എല്ലാ ബോംബുകളും ഒട്ടനവധി അമേരിക്കൻ പട്ടാളക്കാർ അതിൽ മരിച്ചു. കാരണം IED മണ്ണിൽ കുഴിച്ചിടും. ഈ നമ്മൾ ഇപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇത് കാണാം നമുക്ക്. അല്ലെങ്കിൽ വീഡിയോസ് ഒട്ടനവധി പല ഭാഗത്തും കിടക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ നമ്മൾ തോട്ട വെച്ച് മീൻ പിടിക്കാമെന്ന് പറയും. ഇങ്ങനെ പുഴയിൽ കെട്ടി ഉണ്ടാക്കിയിട്ട് ബാറ്ററി കൊണ്ടുവന്നിട്ട് സ്പാർക്ക് ചെയ്യും. 2 വയർ സ്പാർക്ക് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് അതിന് ഇംപ്രൊവൈസ്ഡ് ബോംബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോംബ് റോട്ടിൽ അമേരിക്കൻ പട്ടാളം ഇങ്ങനെ നടന്നു പോകുന്നു. അതല്ലെങ്കിൽ ഹമ്മറുകൾ കോൺവോയ് ആയിട്ടാണ് പോകുക. കുവൈറ്റിൽ നിന്നൊക്കെ ഇറാഖിലേക്കും മറ്റുമൊക്കെ കോൺവോയ് ആയിട്ട് പോകുന്നു. ഇവർ ഇത് സ്പാർക്ക് ചെയ്ത് IED പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിച്ച് അപ്പം തന്നെ ചുറ്റും നിന്നിട്ടും വെടിയുതിർത്തും 360 ഡിഗ്രിയിൽ നിന്നിട്ട് അമേരിക്കൻ പട്ടാളക്കാർ ഫുഡ് പെട്രോളിങ്ങിന് പോകുന്നവർ, അതല്ലെങ്കിൽ കോൺവോയ് ആയിട്ട് പോകുന്നവർ, അതല്ലെങ്കിൽ ഏതെങ്കിലും മിഷന് പോകുന്നവരൊക്കെ അങ്ങനെയാണ് അവർ രാത്രികളിൽ വന്നിട്ട് ചത്ത പട്ടിയുടെ ഉള്ളിലൊക്കെ വെക്കും. ചത്ത പട്ടിയിൽ അതിന് ഭരണ നേതൃത്വം ഇത് കൊടുത്തിരുന്നു അവർക്ക് മൗനാനുവാദം ഇത് ചെയ്യാനായിട്ട്. കാരണം അത് ഇറാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഇറാഖിൽ അമേരിക്കൻ പട്ടാളത്തെ പിടിച്ച് കെട്ടിയാൽ ഇറാനിലേക്ക് ഒരു യുദ്ധവുമായിട്ട് വരികയില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് അന്ന് എല്ലാ ആയുധങ്ങളും ഇറാഖിലെ യുദ്ധം ഇറാനാണ് നയിച്ചിരുന്നത്. ഇറാഖിന് സദ്ദാം ഹുസൈൻ പോയതോടുകൂടി അവിടെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ശക്തിയില്ല. തന്നെയുള്ള ചുറ്റുമുള്ള സദ്ദാം ഹുസൈനെതിരായിരുന്നു കുവൈറ്റ് പിടിച്ചടക്കി സൗദി അറേബ്യയായിട്ട് ഏറ്റുമുട്ടൽ. കാരണം സദ്ദാമിൻ്റെ ആഗ്രഹം വലുതായിരുന്നു, ആ പ്രദേശം മുഴുവനായിരുന്നു. അതിൻ്റെ പേരിൽ സുന്നി ശക്തികൾക്ക് പോലും സദ്ദാമിന് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന നേതൃത്വത്തിൽ അതാണ് അന്ന് ഇറാൻ പണിതുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ് അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികൾ. ലക്ഷക്കണക്കിന് 5-10 തരത്തിലുള്ള ICBM തൊട്ട് അതായത് 2500-3000 കിലോമീറ്റർ പരിധിയുള്ള മിസൈലുകൾ തൊട്ട് ചെറുതും വലുതുമായ മിസൈൽ ഇതുകൾ ഈ പല ഷഹീദ് അങ്ങനെ പല പേരിലുള്ള മിസൈലുകൾ അവരിലുണ്ട്. ക്ലസ്റ്റർ ബോംബുകളും ഒക്കെ ഉണ്ട്. അതൊന്നും അവരെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. കാരണം അതൊക്കെ ഇപ്പോഴും സുരക്ഷിതമായിട്ട്, കാരണം അവർക്കറിയാം ഒരു ദിവസം ഇസ്രായേലും അമേരിക്കയും നാറ്റോയും കൂടി അവർ ആക്രമിക്കുന്നുള്ളത്. അവർ കാത്തിരിക്കുന്നത് അന്ന് ആക്രമിക്കുമ്പോൾ വലിയ കോൺക്രീറ്റ് ഇതിൽ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കിയ. അപ്പം അമേരിക്ക ഈ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന ഏറ്റവും വലിയ ബോംബുകൾ കൊണ്ട് വർഷിച്ചിരിക്കുന്നത് ഒന്നും ഈ കോൺക്രീറ്റിനെ ബാധിച്ചിട്ടില്ല. അണ്ടർഗ്രൗണ്ടിൽ ഇപ്പോഴും സുരക്ഷിതമാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഇതിൻ്റെ കവാടങ്ങൾ കാരണം ലോഞ്ചറുകൾ വെച്ചിട്ട്, കാരണം ഈ മിസൈലുകൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ലോഞ്ചറുകൾ വെച്ചിട്ട് ചെറിയൊരു കവാടത്തിൽ കൂടെ ആ കവാടങ്ങൾ തകർത്തിട്ടുണ്ട്. അതല്ലാതെ ഈ ബങ്കറുകൾ തകർക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ വലിയ ഒരു സിറ്റി പോലെയാണ്. വലിയൊരു നമ്മളിപ്പോൾ പറയുന്ന ന്യൂയോർക്ക് സിറ്റി പോലെയാണ് ഈ ബങ്കറുകൾ. അതല്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഇറാൻ്റെ പല ഭാഗത്തും വെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അവരുടെ പട്ടാളക്കാരൊന്നും പുറത്തില്ല. കാരണം അവർ കാത്തിരിക്കുന്നത് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്, അമേരിക്കയും ഇസ്രായേലോ അതല്ലെങ്കിൽ നാറ്റോയുടെ പട്ടാളമോ കരയ്ക്ക് വരാനായിട്ട്. ഇതൊന്നും ഒന്നിലും ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാനല്ല. കാരണം ഇറാന് ഒരു ലക്ഷ്യമുണ്ട്. അത് അയത്തുള്ള ഖമേനി അത് കഴിഞ്ഞ 47 വർഷം 50 വർഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ. അതാണ് അവരുടെ ആപ്തവാക്യം. അത്രം വൈരാഗ്യ ബുദ്ധിയോടുകൂടി, കാരണം അവരുടെ വിശ്വാസപ്രകാരം ഒരു ജൂതരാഷ്ട്രം സയനിസ്റ്റ് രാജ്യം അവിടെ നിലകൊള്ളാൻ പാടില്ല. പശ്ചിമേഷ്യയിലും മധ്യപൂർവേഷ്യയിലും നിലകൊള്ളാൻ പാടില്ല. ഇസ്രായേലിനെ തുടച്ച് മാറ്റണം എന്ന് എഴുതി വച്ചിരിക്കുന്ന വിശ്വാസമാണ് അവരുടെ. അതിന് വേണ്ടിയിട്ടാണ് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മിസൈലുകൾ ബോംബുകളും ഇസ്രായേലും ഇതൊക്കെ വർഷിച്ചിട്ടും, കാരണം അവർ ഈ $30,000 വിലയുള്ള ഈ ഡ്രോണുകൾ ഇങ്ങനെ ഫാക്ടറിയിൽ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഓരോ മണിയിൽ അവർക്ക് വിടാം, കാരണം അതൊരു ചിലവില്ലാത്ത സാധനമാണ്. പക്ഷെ ഒരെണ്ണത്തിനെ തടുക്കാനായിട്ട് UAE, സൗദി അറേബ്യ, ബഹ്റൈൻ ഇത് തടുത്ത് തോൽക്കാണ്. കാരണം തടുത്ത് ഈ 30,000 സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവരെടുക്കുന്നത് $1 മില്യൺ സാധനം വെച്ചിട്ടാണ് ഇതിനെ അയൺ ഡോമും ഇവരുടെ താടും ഇതൊക്കെ തന്നെയല്ല, ചൈന ആവശ്യത്തിനുള്ള ഇൻ്റലിജൻസ് ഇറാന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ എവിടെ അടിക്കണം എന്നുള്ളതിനെ പറ്റി. അതുകൊണ്ടാണ് ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഈ സെൻസറുകൾ മേടിച്ചേക്കാം താടിൻ്റെയും. അതുകൊണ്ട് ഒരു താടിൻ്റെ മെഷീൻ സൗത്ത് കൊറിയയിൽ ചൈനയ്ക്കെതിരെ വെച്ചിരിക്കുന്ന താട് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ബഹ്റൈനെയും ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത്. കാരണം ചൈന പറഞ്ഞു കൊടുത്തു ആദ്യമായിട്ട് മിസൈലിനെ ഇത് ചെയ്യുന്ന റഡാറുകൾ തകർക്കാൻ. അവർ ടർക്കിയിൽ, ജോർദാനിൽ, ഈ ബഹ്റൈനിലൊക്കെ ആ റഡാറുകൾ, ഖത്തറിലൊക്കെ റഡാറുകൾ ആദ്യം തകർത്തു. അത് വലിയൊരു ഇതായി. എന്നിരുന്നാൽ കൂടി അവർ ഇപ്പോൾ 95% ഇറാനിൽ നിന്നും മിസൈലുകൾ വരുന്നില്ല എന്നതിനർത്ഥം അവർ തോറ്റു എന്നല്ല. അവർ കാത്തിരിക്കുകയാണ് പട്ടാളം താഴെ ഇറങ്ങുന്നതിന്. ഇനി ഞാൻ നിങ്ങളോട് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള എങ്ങനെയാണ് ഒരു പട്ടാളത്തിൻ്റെ മിലിറ്ററി ഓപ്പറേഷൻ ഇത് നമ്മൾ ഇത്തിരിയും കൂടി വ്യാപ്തിയിൽ ചിന്തിച്ചാൽ മാത്രമേ എങ്ങനെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ ട്രംപ് തീരുമാനം എടുത്താൽ അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പ്രതിപാദിക്കുന്നതായിരിക്കും.